നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. തൊടുപുഴ വെള്ളിയാമറ്റത്ത് പശുക്കൾ കൂട്ടത്തോടെ ചത്ത സംഭവത്തിൽ കൂടുതൽ പരിശോധനകളുമായി കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം. സഞ്ചാരികളുടെ മനം കവർന്ന് ഭ്രമരം വ്യൂ പോയിന്റ്. മോഹൻലാൽ നായകനായ ഭ്രമരം സിനിമയുടെ ചിത്രീകരണ വേദിയായതോടെയാണ് ഇവിടം ഏറെ ശ്രദ്ധ നേടുന്നത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നടപ്പാക്കുന്ന കാരുണ്യ പദ്ധതിയുടെ ഇടുക്കി ജില്ലാതല ഉദ്ഘാടനം 9-ന് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിർവഹിക്കും. മകരവിളക്കിനോടനുബന്ധിച്ച് വണ്ടിപ്പെരിയാർ സത്രം കാനനപ്പാതയിലൂടെ അയ്യപ്പ ഭക്തരുടെ തിരക്ക് വർദ്ധിക്കുന്നു. കാനനപ്പാതയിലൂടെ ഇന്ന് കടന്നുപോയത് 4870 അയ്യപ്പ ഭക്തരാണ്. കെടുകാര്യസ്ഥത മൂലം 5000 കോടി രൂപയുടെ കുടിശ്ശിക മുഴുവൻ പിരിച്ചെടുക്കാതെ ബാധ്യത മുഴുവൻ ഉപയോക്താക്കളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന വൈദ്യുതി ബോർഡിന്റെ നയം തിരുത്തണമെന്ന് ഓൾ ഇന്ത്യ ഇലക്ട്രിസിറ്റി കൺസ്യൂമേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റി. വാർത്തകൾ വിശദമായി. തൊടുപുഴ വെള്ളിയാമറ്റത്ത് പശുക്കൾ കൂട്ടത്തോടെ ചത്ത സംഭവത്തിൽ കൂടുതൽ പരിശോധനകളുമായി കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം. പശുക്കളെ ചത്ത നിലയിൽ കണ്ടെത്തിയ തൊഴുത്തിലും കപ്പത്തൊലി എത്തിച്ച ഡ്രയർ യൂണിറ്റിലും സംഘം പരിശോധന നടത്തി. അതേസമയം പശുക്കൾ ചത്തത് കപ്പത്തൊലിയിൽ നിന്നുള്ള സയനൈഡ് മൂലമാണെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായതായി ജില്ലാ വെറ്റിനറി അധികൃതർ പറഞ്ഞു. പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ ആർ മുത്തുരാജന്റെ നേതൃത്വത്തിലായിരുന്നു സംഘം വെള്ളിയാമറ്റത്തെ മാത്യുവിന്റെ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയത്. തൊഴുത്തിലും കപ്പത്തൊലി എത്തിച്ച ഡ്രയർ യൂണിറ്റിലും സംഘമെത്തി. പശുക്കളുടെ വയറ്റിൽ ഇത്രയധികം അളവിൽ വിഷാംശം എത്തിയത് എങ്ങനെയെന്ന് പരിശോധിക്കുമെന്നും കപ്പത്തൊലിയിലെ സൈനൈഡ് തന്നെയാണോ മരണം കാരണമെന്ന് വ്യക്തത വരുത്തേണ്ടതുണ്ടെന്നും ഡോക്ടർ ആർ മുത്തുരാജ് പറഞ്ഞു. വന്നിട്ട് നേരിട്ട് അവിടെ സംസാരിച്ച് എങ്ങനെ കൊടുത്ത് എത്ര വർഷമായിട്ട് കൊടുത്തിട്ടുണ്ട്, എങ്ങനെ നോർമലാக ഉണക്കി കൊടുത്തിട്ടുണ്ടോ, എല്ലാ കാര്യങ്ങളും ചോദിച്ചപ്പോൾ അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞ് ലാസ്റ്റ് 20 years ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു കാര്യം തെളിയിച്ചിട്ടുണ്ട്, ലാസ്റ്റ് 1 year ആയിട്ട് ഈ ഡ്രയറിലിരുന്ന് മെറ്റീരിയൽ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിന് മുൻപ് അവർ തന്നെ ഓണായിട്ട് പ്രൊഡക്ഷൻ ചെയ്ത് അതിൽ കട്ട് ചെയ്ത് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ചെറിയ സംശയമുണ്ട്, ഇത് ഡ്രയറിന് പറഞ്ഞുകൊണ്ട് ഡ്രയർക്ക് ട്യൂബർ തമിഴ്നാട്ടിലിരുന്ന് ഏതും കൊണ്ടുവരുന്നുണ്ടോ, അങ്ങനെ ഒരു ചെറിയ സംശയം. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ നേരിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവർ ഓണറിൻ്റെയും നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, മാത്യുവിൻ്റെയും. അപ്പോൾ മാത്യു പറഞ്ഞ് അവർ ട്യൂബർ തമിഴ്നാട്ടിൽ നിന്ന് ഒന്നും കൊണ്ടുവരത്തില്ല, എല്ലാമേ ഇവിടെ ലോക്കലിലുള്ളത് തന്നെ. ലോക്കൽ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഈ ഏരിയയിൽ, അതായത് ഇടുക്കി ഡിസ്ട്രിക്ട്, കോട്ടയം, എറണാകുളം, ഈ 3 ഡിസ്ട്രിക്റ്റിലിருந்து തന്നെ ഇവർക്ക് മെറ്റീരിയൽ വരുന്നുണ്ട്. ഈ ഇൻസിഡൻറ്റിൽ മരച്ചീനിയോடைய സ്കിന്നോ അല്ല റിൻഡോ ഫീഡ് ചെയ്ത അനിമൽ നോർമലായിട്ട് മരണിக்கிறதிല്ല. അങ്ങനെ മരണിക്കെങ്കിൽ ഇതിനുடைய ലെവൽ, അത് ഹൈഡ്രജൻ സയനൈഡ് ലെവൽ അധികமாக കാണും. അങ്ങനെ സംഭവം സാധ്യത ഉണ്ട്. അതും ഇതുവരെയ്ക്കും അങ്ങനെ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇതുവരെയ്ക്കും ഒരു ഇത് വന്നിട്ടില്ല, ഇവിടെ അങ്ങനെ മരണിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരു ഇതുവരെയ്ക്കും നമുക്ക് ഇത് ആയിട്ടില്ല. അതേസമയം താൻ പശുക്കൾക്ക് നൽകുന്ന അതേ കപ്പത്തൊലി തന്നെയാണ് മാത്യു ബെന്നിക്ക് നൽകി വന്നിരുന്നതെന്ന് ഡ്രയർ യൂണിറ്റ് ഉടമ വിദഗ്ധ സംഘത്തോട് പറഞ്ഞു. എന്നാൽ പശുക്കൾ ചത്തതിൽ ആശയക്കുഴപ്പമില്ലെന്നും കപ്പത്തൊലിയിൽ നിന്നുള്ള സയനൈഡ് ഉള്ളിൽ ചെന്നതാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായതാണെന്നും ജില്ലാ വെറ്റിനറി അധികൃതർ പറഞ്ഞു. പോസ്റ്റ്മോർട്ടം ലീഷൻസ് ആയിട്ട് നമ്മൾ അതിൻ്റെ ഹിസ്റ്ററിയും അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ ഞങ്ങളൊരു 6ഓളം ഡോക്ടർമാരുടെ സംഘമായിട്ടാണ്, ചീഫ് വെറ്റിനറി ഓഫീസർ ശ്രീമതി ജെസ്സി സി കാപ്പൻ ഡോക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പോസ്റ്റ്മോർട്ടം ചെയ്തത്. അതിനകത്ത് നമുക്ക് പെട്ടെന്ന് കണ്ടെത്താനായിട്ടുള്ള ലീഷൻസ് ഒന്ന്, ഇതിൻ്റെ റൂമൻ എന്ന് പറയുന്ന ആമാശയത്തിൻ്റെ ആദ്യത്തെ അറ, അതായത് പശുവിനൊക്കെ ആമാശയം 4 അറയാണ്, റൂമൻ, റെറ്റിക്കുലോ, ഒമാസം ആൻഡ് അബോമാസം. അപ്പോൾ ഈ റൂമനിൽ നിറച്ചും കപ്പയുടെ അംശമായിരുന്നു. അതൊരു വളരെ നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അത് തുറക്കുമ്പോൾ തന്നെ അവിടെ നിന്നുള്ള ഈ ഹൈഡ്രോസൈനിക് ആസിഡിൻ്റെ ഒരു ഒഫൻസീവ് സ്മെല്ലുണ്ട്. അത് വെറ്റിനറി ഡോക്ടർമാർക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. അത് നല്ല സ്മെല്ലുണ്ട്. മാത്രമല്ല ഇതിൻ്റെ വായിൽ നിന്ന് ഉമിനീരൊലിക്കുക, കിടന്ന് പിടയ്ക്കുക, തല്ലി ഈ ഹൈപ്പോക്സിയ വന്നിട്ട് ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി, ബ്ലഡിൻ്റെ ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി കുറഞ്ഞിട്ട് ഹൈപ്പോക്സിയ വന്നിട്ട് തല്ലി പിടയ്ക്കുന്ന ലക്ഷണങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ പോസ്റ്റ്മോർട്ടത്തിലെ ലീഷൻസ് എന്ന് പറയും, ഓരോ അന്തരാവയവങ്ങളിലും കൺജഷനും ഹെമറേജസും, അതുപോലെ പ്രത്യേകിച്ചും റെസ്പിറേറ്ററി ട്രാക്റ്റിൽ ലങ്സ്, അതുപോലെ തന്നെ ട്രക്കിയ മുതലായ സ്ഥലത്തെ ലീഷൻസ്, പക്ക ലീഷൻസ് ഉണ്ടായിരുന്നു. എല്ലാ ഡോക്ടർമാർക്കും ആ ക്ലാസിക്കൽ സയൻസ് കണ്ടപ്പോൾ തന്നെ ശരിക്കും പോസ്റ്റ്മോർട്ടം ചെയ്യാതെ തന്നെ കൺഫേം ചെയ്യാവുന്ന ഒരു കേസാണ്. പക്ഷേ ഇത്രത്തോളം സെൻസേഷൻ ആയ സ്ഥിതിക്കും ഈ കുട്ടിയുടെ 13ഓളം മൃഗങ്ങൾ കൂട്ടത്തോളം മരണപ്പെടുകയും ചെയ്ത സ്ഥിതിക്ക് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ടിഷ്യൂസ് കളക്ട് ചെയ്തിട്ട് ടെസ്റ്റിന് വേണ്ടി സിയാദിൽ അയച്ചിട്ടുണ്ട്.
അതിൻ്റെ റിസൾട്ട് വരും ദിവസങ്ങളിൽ തന്നെ കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പോരാതെ നമ്മൾ ഇത് വേറെ എന്തെങ്കിലും രോഗമാണോ എന്ന് ആരെങ്കിലും സംശയം ഉന്നയിച്ചാലോ എന്ന ഭയം കൊണ്ട് തന്നെ നമ്മൾ ജില്ലാ ലാബിൽ ഇതിൻ്റെ ബ്ലഡ് പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. മാത്രമല്ല ഒരു കാര്യം കൂടി ഉള്ളത്, ഇതിൻ്റെ ബ്ലഡ് നമ്മൾ അവിടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ബ്ലഡ് ഞരമ്പിൽ കുത്തുമ്പോൾ തന്നെ മനുഷ്യന് കൊടുക്കും പോലെയല്ല, അത് ജുഗുലാർ വെയിനിൽ കുത്തുമ്പോൾ തന്നെ ഈ ബ്ലഡിൻ്റെ കളർ കാണുമ്പോൾ തന്നെ നമുക്ക് ആ പക്ക സയൻസ് മനസ്സിലാവുന്നതാണ്. പശുക്കൾക്ക് നൽകിയതിന്റെ ബാക്കിയും ഡ്രയർ യൂണിറ്റിൽ നിന്നുമുള്ള കപ്പത്തുലയുടെ സാമ്പിളും ശേഖരിച്ച ശേഷമാണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രത്തിൽ നിന്നുള്ളവർ മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. നഗരത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന അശരണർക്ക് ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 2 വർഷമായി ആരംഭിച്ചു വരുന്ന വിശക്കരുതാരും സാന്ത്വന പദ്ധതി 3ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. അതിന്റെ ഭാഗമായി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൊടുപുഴ മൈലക്കൊമ്പിൽ പ്രവർത്തിക്കുന്ന മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷനിലെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം വിതരണം ചെയ്തു. ജോയിന്റ് കൗൺസിൽ തൊടുപുഴ താലൂക്ക് പ്രസിഡന്റ് ബഷീർ വി മുഹമ്മദ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജോയിന്റ് കൗൺസിൽ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് KV സാജൻ ഉദ്ഘാടനം ചെയ്തു. നഗരത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന അശരണർക്ക് ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 2 വർഷമായി ആരംഭിച്ച വിശക്കരുതാരും സാന്ത്വന പദ്ധതി 3ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൊടുപുഴ മൈലക്കൊമ്പിൽ പ്രവർത്തിക്കുന്ന മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷനിലെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം വിതരണം ചെയ്തു. ജോയിന്റ് കൗൺസിൽ തൊടുപുഴ താലൂക്ക് പ്രസിഡന്റ് ബഷീർ വി മുഹമ്മദ് അധ്യക്ഷത വഹിച്ച യോഗം ജോയിന്റ് കൗൺസിൽ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് KV സാജൻ ഉദ്ഘാടനം ചെയ്തു. ജോയിന്റ് കൗൺസിൽ ഇടുക്കി ജില്ലാ സെക്രട്ടറി KS രാഗേഷ് മുഖ്യപ്രഭാഷണം നടത്തി. 1969 രൂപീകൃതമായ ഈ ജോയിന്റ് കൗൺസിലിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം വിശക്കരുതാരും എന്ന പദ്ധതി ഉൾക്കൊള്ളിച്ച് നമ്മുടെ ജോയിന്റ് കൗൺസിലിൻ്റെ സംസ്ഥാന സെൻറ്റർ ഒരു ഉച്ചഭക്ഷണ പരിപാടി സംസ്ഥാന സെൻറ്ററിൽ ആരംഭിക്കുന്നുണ്ട്. അതിൻ്റെ 3ാമത് വാർഷിക ദിനത്തിലേക്ക് ഇന്ന് പ്രവേശിക്കുകയാണ്. ഇത് ഇന്ന് സംസ്ഥാനത്തിൻ്റെ എല്ലാ ജോയിന്റ് കൗൺസിലിൻ്റെ എല്ലാ ജില്ലാ കമ്മിറ്റിയുടെയാണ് ഇത്തരത്തിൽ അതിൻ്റെ വാർഷിക ദിനം ഏതെങ്കിലും ഇത്തരത്തിൽ ആവശ്യത അനുഭവിക്കുന്ന ആൾക്കാരുടെ, അതുപോലെ തന്നെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ഉച്ചഭക്ഷണ പരിപാടി നടപ്പിലാക്കിക്കൊണ്ട് അതിൻ്റെ ഒരു വാർഷിക ദിനം ആചരിച്ചു വരികയാണ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് തൊടുപുഴയിൽ ഇത്തരത്തിൽ ഒരു ഉച്ചഭക്ഷണ പരിപാടി ഞങ്ങൾ പങ്കാളികളായത്. തീർച്ചയായും ഈ സംരംഭത്തിൽ ഈ സ്ഥാപനവും അതിലെ കുട്ടികളുടെ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഈ പരിപാടി ഭാഗമാകാൻ കഴിഞ്ഞു. തീർച്ചയായും ജില്ലാ കമ്മിറ്റി ഈ സ്ഥാപനത്തോട് ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം R ബിജുമോൻ, സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ VM ഷൗക്കത്ത് അലി, AK സുഭാഷ്, VK ജീൻസ്, തൊടുപുഴ മേഖലാ സെക്രട്ടറി VK മനോജ്, ലോമി മോൾ എന്നിവർ പ്രസംഗിച്ചു. അനീഷ് ഫിലിപ്പ് നന്ദി പറഞ്ഞു. മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷൻ രക്ഷാധികാരികളും ജീവനക്കാരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുമാരമംഗലം. സഞ്ചാരികളുടെ മനം കവർന്ന ഭ്രമരം വ്യൂ പോയിന്റ്. മോഹൻലാൽ നായകനായ ഭ്രമരം സിനിമയുടെ ചിത്രീകരണ വേദി ആയതോടെയാണ് ഇവിടം ഏറെ ശ്രദ്ധ നേടുന്നത്. സീസൺ ആരംഭിച്ചതോടെ സ്വദേശികളും വിദേശികളുമായി നിരവധി സഞ്ചാരികളാണ് ഇവിടെ എത്തിച്ചേരുന്നത്. ജ്യോതിഷ് ഡോൺ തയ്യാറാക്കിയ റിപ്പോർട്ട്. സഞ്ചാരികളുടെ മനം കവർന്ന് കാന്തല്ലൂർ ഭ്രമരം വ്യൂ പോയിന്റ്. മോഹൻലാൽ നായകനായ ഭ്രമരം സിനിമയുടെ ചിത്രീകരണ വേദി ആയതോടെയാണ് ഇവിടം ഏറെ ശ്രദ്ധ നേടുന്നത്. ചെങ്കുത്തായി നിൽക്കുന്ന പാറക്കെട്ടിൽ നിന്നും കാന്തല്ലൂർ മറയൂർ പ്രദേശങ്ങളിലെ വിദൂര കാഴ്ചയും കോടമഞ്ഞും പുൽമേടുകളും ഏറുമാടങ്ങളും സഞ്ചാരികൾക്ക് വ്യത്യസ്ത അനുഭവമാണ് പകർന്നു നൽകുന്നത്. കാന്തല്ലൂർ ടൗണിന് സമീപമായി സ്ഥിതി ചെയ്യുന്ന വ്യൂ പോയിന്റിലേക്ക് ടൗണിൽ നിന്നും ജീപ്പ് സൗകര്യം ലഭ്യമാണ്. മികച്ച ഓഫ് റോഡ് യാത്രാനുഭവവും സഞ്ചാരികൾക്ക് ഈ യാത്രയിലൂടെ ലഭ്യമാകുന്നു. സീസൺ ആരംഭിച്ചതോടെ കേരളത്തിനകത്തും പുറത്തും നിന്നുമായി നിരവധി സഞ്ചാരികളാണ് ഇവിടെ ദിനം പ്രതി എത്തിച്ചേരുന്നത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നടപ്പാക്കുന്ന കാരുണ്യ പദ്ധതിയുടെ ഇടുക്കി ജില്ലാതല ഉദ്ഘാടനം 9-ന് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിർവഹിക്കും. തൊടുപുഴ മർച്ചന്റ് ട്രസ്റ്റ് ഹാളിൽ വെച്ച് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ നിരവധി പ്രമുഖർ പങ്കെടുക്കും. പദ്ധതി ആരംഭിച്ച ശേഷം മരണപ്പെട്ട വെൽഫെയർ സൊസൈറ്റിയിലെ അംഗത്തിന്റെ കുടുംബത്തിന് ഉദ്ഘാടന ദിവസം ധനസഹായം നൽകും. മറ്റു പല ജില്ലകളിലും വിജയകരമായി നടപ്പാക്കിയ പദ്ധതിയാണ് കാരുണ്യം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന വ്യാപാരിക്ഷേമ പദ്ധതിയായ കാരുണ്യത്തിന്റെ ഉദ്ഘാടനം 9-ന് തൊടുപുഴ മർച്ചന്റ്സ് ട്രസ്റ്റ് ഹാളിൽ നടക്കും. രാവിലെ 9:30 നടക്കുന്ന ചടങ്ങിൽ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. ജില്ലയിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിലെ 8000 അംഗങ്ങൾ ചേർന്ന് രൂപീകരിച്ചിട്ടുള്ള വെൽഫെയർ സൊസൈറ്റിയിലെ അംഗങ്ങളിൽ ആരെങ്കിലും മരണപ്പെടുമ്പോൾ 5 ലക്ഷം രൂപ കുടുംബത്തിന് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് കാരുണ്യം. ഒരു അംഗം മരിക്കുമ്പോൾ മറ്റെല്ലാ അംഗങ്ങളും 100 രൂപ വീതം വെൽഫെയർ സൊസൈറ്റിയുടെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കും.
ഡിസംബർ 1 പദ്ധതി ആരംഭിച്ച ശേഷം ഒരു അംഗം മരണപ്പെടുകയുണ്ടായി. പരേതന്റെ കുടുംബത്തിനുള്ള ധനസഹായം ഉദ്ഘാടന വേദിയിൽ വെച്ച് കൈമാറും. ഉദ്ഘാടന ചടങ്ങിൽ നിരവധി പ്രമുഖർ പങ്കെടുക്കും. അംഗങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി നടപ്പാക്കുന്ന കാരുണ്യം കുടുംബ സുരക്ഷാ പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം 9-ാം തീയതി വരുന്ന ചൊവ്വാഴ്ച രാവിലെ 11:30 ബഹുമാന്യനായ കേരള ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ തൊടുപുഴ മർച്ചന്റ്സ് ട്രസ്റ്റ് ഹാളിൽ വച്ച് ഉദ്ഘാടനം ചെയ്യുകയാണ്. ഇടുക്കി ജില്ലയിലെ ഏകോപന സമിതിയുടെ അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സ്വപ്നത്തിന്റെ സാക്ഷാത്കാരവും ധന്യ മുഹൂർത്തവുമാണ്. ഞങ്ങളുടെ ഏത് അംഗങ്ങൾ മരണപ്പെട്ടാലും 5 ലക്ഷം രൂപ 30 ദിവസത്തിനകം ആ കുടുംബത്തിൽ എത്തിച്ചു കൊടുക്കുന്ന കുടുംബ സുരക്ഷാ പദ്ധതിയുടെ ഉദ്ഘാടനമാണ് അന്ന് നടക്കുന്നത്. കുടുംബ സുരക്ഷാ പദ്ധതിയിൽ അംഗങ്ങളായി ചേരുന്നതിന് വെറും 1000 രൂപ മാത്രമാണ് പ്രവേശന ഫീസായി വാങ്ങുന്നത്. അതോടൊപ്പം ഒരംഗം മരണപ്പെട്ടാൽ, കുടുംബ സുരക്ഷാ പദ്ധതിയിൽ ചേർന്നിട്ടുള്ള ഒരംഗം മരണപ്പെട്ടാൽ ഈ പദ്ധതിയിൽ അംഗങ്ങളായി ചേർന്നിട്ടുള്ള എല്ലാ ആളുകളും വെറും 100 രൂപ ആ അംഗത്തിന്റെ മരണാനന്തര സുരക്ഷാ പദ്ധതിയിലേക്ക് നൽകുന്ന പദ്ധതിയാണ് കുടുംബ സുരക്ഷാ പദ്ധതി. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംഘടനാ ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പളിൽ, ജനറൽ സെക്രട്ടറി നജീബ് ഇല്ലത്തുപറമ്പിൽ, വർക്കിംഗ് പ്രസിഡന്റ് KR വിനോദ്, ചെയർമാൻ സിബി കൊല്ലംകൊടി, ട്രഷറർ R രമേശ്, PM ബേബി, അജീവ്, ജയശങ്കർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. അന്താരാഷ്ട്ര തലത്തിൽ പ്രസംഗ പരിശീലനവും നേതൃത്വ വികസനവും നടത്തുന്ന ടോസ്റ്റ് മാസ്റ്റർ ക്ലബ്ബ് തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു. ജില്ലാ കളക്ടർ ഷീബ ജോർജ് IAS ഉദ്ഘാടനം നിർവഹിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് ഡോക്ടർ സാബു വർഗീസ് അധ്യക്ഷത വഹിച്ചു. അന്താരാഷ്ട്ര തലത്തിൽ പ്രസംഗ പരിശീലനവും നേതൃത്വ വികസനവും നടത്തുന്ന ടോസ്റ്റ് മാസ്റ്റർ ക്ലബിന്റെ ഉദ്ഘാടനം തൊടുപുഴയിൽ ജില്ലാ കളക്ടർ ഷീബ ജോർജ് നിർവഹിച്ചു. I like to listen others because related to my job to listen others. And every evening, some old the grandmas, the old ladies call me. Every day, the 6 o'clock or after 7 o'clock, they call me. They express their difficulties in their house and their families, everything. I just heard. That's enough for them. Somebody to hear them, listen them. That is the main reason why I took my job as a teacher, as a college teacher in a deputed government college in Thrissur. I choose this career. പ്രായോഗിക പദ്ധതികളിലൂടെ ആശയവിനിമയ ശേഷി വർദ്ധിപ്പിക്കൽ, നല്ല പൊതുപ്രസംഗകരെ വളർത്തിയെടുക്കൽ, നേതൃത്വ പരിശീലനം എന്നിവയാണ് ക്ലബ്ബ് ലക്ഷ്യമിടുന്നത്. ക്ലബ്ബ് പ്രസിഡന്റ് ഡോക്ടർ സാബു വർഗീസ് അധ്യക്ഷത വഹിച്ചു. If they work together and if their output is more than 40, then there will be synergy. Our passion and commitment towards our organization will make our club ever remembering and most effective Toastmaster club in the state. While thinking about mastermind, we have to think about the qualities we should possess in working an organization. If we are having passion and positive energy, then that energy will be transmitted to the society around us, and that will our club formation will be benefited for the entire community.
യോഗത്തിൽ എം നാരായണൻ, ഗോകുൽ പി മേനോൻ, ജിം ജോർജ്, പ്രതാപചന്ദ്രൻ നായർ, മോഹനചന്ദ്രൻ നായർ, ഹരിരാജ് മാധവ് രാജേന്ദ്രൻ, ശോഭ എൻ എന്നിവർ പ്രസംഗിച്ചു. വൈസ് പ്രസിഡന്റ് ജോർജ് മാത്യു സ്വാഗതവും സെക്രട്ടറി ബിന്ദു ജിമ്മി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മകരവിളക്കിനോടനുബന്ധിച്ച് വണ്ടിപ്പെരിയാർ സത്രം കാനനപ്പാതയിലൂടെ അയ്യപ്പ ഭക്തരുടെ തിരക്ക് വർദ്ധിക്കുന്നു. കാനനപ്പാതയിലൂടെ ഇന്ന് കടന്നുപോയത് 4870 അയ്യപ്പ ഭക്തരാണ്. കാനനപ്പാതയിലെ യാത്ര ദുരിതപൂർണ്ണമെന്നാണ് അയ്യപ്പ ഭക്തർ പറയുന്നത്. ശബരിമല മണ്ഡലകാലം ആരംഭിച്ചതു മുതൽ പരമ്പരാഗത കാനനപാതയായ വണ്ടിപ്പെരിയാർ സത്രം വഴി ശബരിമല ദർശനത്തിനായി എത്തുന്ന അയ്യപ്പ ഭക്തരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടു വന്നിരുന്നത്. ദിനംപ്രതി ശരാശരി 4000-നും 5000-നും ഇടയിൽ അയ്യപ്പ ഭക്തരാണ് കാനനപാതയിലൂടെ കടന്നുപോയിരുന്നത്. മകരവിളക്ക് പൂജയ്ക്കായി ശബരിമല നട തുറന്നതോടുകൂടി ദിനംപ്രതി ഇതിലും വലിയ തിരക്കാണ് സത്രം കാനനപാതയിലൂടെ അനുഭവപ്പെട്ടു വരുന്നത്. ശബരിമലയിലേക്കുള്ള പ്രധാന പാതകളിലെ ഗതാഗതക്കുരുക്കും പമ്പ വഴി സന്നിധാനത്തേക്കുള്ള അയ്യപ്പ ഭക്തരുടെ തിരക്കും പരമ്പരാഗത കാനനപാതയായ സത്രം വഴിയുള്ള അയ്യപ്പ ഭക്തരുടെ തിരക്ക് വർദ്ധിക്കുവാൻ ഇടയാക്കിയിട്ടുമുണ്ട്. എന്നാൽ സത്രം കാനനപാതയിലൂടെ അയ്യപ്പ ഭക്തരുടെ യാത്രയ്ക്കായി ഇത്തവണ ഒരുക്കിയിരിക്കുന്ന സുരക്ഷാ ക്രമീകരണങ്ങൾ തൃപ്തമല്ല. സത്രത്തിൽ നിന്നും പുല്ലുമേട് വഴി കാനനപാതയിലേക്ക് കടക്കുന്ന ഭാഗങ്ങളിൽ വലിയ കയറ്റങ്ങളുള്ള ഭാഗത്ത് അയ്യപ്പൻ ഭക്തർക്ക് പിടിച്ചു കയറുന്നതിനായി വടം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇത് പ്ലാസ്റ്റിക് വടം ഉപയോഗിച്ചിരിക്കുന്നതിനാൽ മഴ സാഹചര്യങ്ങളും മറ്റും നിലനിൽക്കുന്ന അവസ്ഥയിൽ പ്ലാസ്റ്റിക് വടത്തിൽ പിടിച്ചു കയറുവാൻ അയ്യപ്പൻ ഭക്തർക്ക് സാധിക്കാത്ത അവസ്ഥയാണുള്ളത്. ഇതോടൊപ്പം കാനനപാതയിലെ ഇടത്താവളങ്ങളായ സത്രത്തിൽ അയ്യപ്പൻ ഭക്തരുടെ വാഹന പാർക്കിങ്ങിന് ആവശ്യമായ സൗകര്യം ഒരുക്കാത്തതും ഭക്തരെ പ്രതിസന്ധിയിലാക്കുന്നു. ഒപ്പം കാനനപാതയിലെ അയ്യപ്പൻ ഭക്തരുടെ യാത്രയ്ക്കിടെ ഈ മണ്ഡലകാലത്ത് 3 അയ്യപ്പൻ ഭക്തർ കൊഴിഞ്ഞു വീണ് മരിച്ച സംഭവമുണ്ടായിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങളെ നേരിടുന്നതിനായി അടിസ്ഥാന പ്രാഥമിക ശുശ്രൂഷാ കേന്ദ്രം വേണമെന്ന ആവശ്യവും മണ്ഡലകാലം അവസാനിക്കാറായിട്ട് കൂടി നടപ്പിലാക്കിയിട്ടില്ല. മകരവിളക്ക് മഹോത്സവത്തിന് ദിവസങ്ങൾ ശേഷിക്കെ കാനനപാതയിലൂടെയുള്ള അയ്യപ്പൻ ഭക്തരുടെ തിരക്ക് ഇനിയും വർദ്ധിക്കുവാനാണ് സാധ്യത. തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിലെങ്കിലും കാനനപാതയിലൂടെ കടന്നു പോകുന്ന അയ്യപ്പൻ ഭക്തർക്ക് അടിസ്ഥാന സൗകര്യം ഏർപ്പെടുത്തണമെന്നാണ് ഉയരുന്ന ആവശ്യം. പാർക്കിംഗ് പെയ്തല്ലേ ആനയുണ്ടോ? ആന വന്ന് സ്ഥിരമായി നിന്ന് ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. റസൽപുരം ഗവൺമെന്റ് UPSൽ പ്രതിഭാരാമം 2024ന്റെ ഭാഗമായി റസൽപുരം ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി ശാസ്ത്ര പരീക്ഷണങ്ങൾ, ശില്പശാല എന്നിവ സംഘടിപ്പിച്ചു. ഗ്രന്ഥശാല പ്രസിഡന്റ് ഏറത്ത് സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്രമേളകളിൽ പങ്കെടുക്കാൻ പരീക്ഷണങ്ങൾ അന്വേഷിക്കുന്ന കുട്ടികൾക്ക് വ്യത്യസ്തമായ 30ലേറെ പരീക്ഷണങ്ങൾ നേരിട്ട് കാണാനും സ്വയം ചെയ്യാനും സംശയ നിവാരണത്തിനും അവസരമൊരുക്കി. റസൽപുരം ഗവൺമെന്റ് UP സ്കൂളിൽ പ്രതിഭാരാമം 2024ന്റെ ഭാഗമായി റസൽപുരം ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി ശാസ്ത്ര പരീക്ഷണങ്ങൾ, ശില്പശാല എന്നിവ സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം ഗ്രന്ഥശാല പ്രസിഡന്റ് ഏറത്ത് സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്രം കെട്ടുകഥയും മാജിക്കുമല്ലെന്ന വിഷയത്തിൽ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ കമ്മിറ്റി അംഗം P ഗിരീശൻ കുട്ടികൾക്കായി ക്ലാസ് എടുത്തു. ഞാൻ ആദ്യം ഒരു കാര്യം പറയുന്നത്, ശാസ്ത്രം കെട്ടുകഥയല്ലേ. ഒരു കല്ലിലേക്ക് വിഷം വെച്ച് കയറുമോ? നമുക്കൊരു അല്ലേ, അതിനാണ് യുക്തിബോധം, ശാസ്ത്രബോധം, യുക്തിബോധം പറയും. നമുക്ക് ഒരു കാര്യത്തെപ്പറ്റി അതെ സ്വയം ചിന്തിക്കാൻ വേണ്ടി കഴിയും. പിന്നെ അത് ഒരു കാര്യം ശരിയാണെന്ന് ഇപ്പോൾ വിഷം കല്ലിലേക്ക് കയറുമെങ്കിൽ എന്തുകൊണ്ട്, എങ്ങനെ അല്ലേ അല്ലേ അങ്ങനെ വിഷം നമുക്ക് അങ്ങനെ കല്ലിലേക്ക് കയറുമെന്ന് നിങ്ങൾ യുക്തി നിങ്ങളെ ശ്രമിക്കുന്നുണ്ടോ? ഉണ്ടോ? പക്ഷെ ചില ആളുകൾ ഇങ്ങനെ വിശ്വസിക്കുകയും ഇതിന് പിന്നാലെ ഓടുകയും വിഷച്ചെല്ല് തേടി ഓടാറുണ്ട്. അങ്ങനെ വിഷചികിത്സ ചെയ്യാറുണ്ട്. കുഞ്ഞു മനസ്സുകളിൽ ശാസ്ത്രം എന്തെന്ന വ്യത്യസ്ത രീതിയിലൂടെ അനുഭവിച്ചറിയാൻ റസൽപുരം സ്കൂളിലെ കുട്ടികൾക്ക് ശില്പശാലയിലൂടെ സാധിച്ചു.
ശാസ്ത്രമേളകളിൽ പങ്കെടുക്കാൻ പരീക്ഷണങ്ങൾ അന്വേഷിക്കുന്ന കുട്ടികൾക്ക് മുൻപിൽ വ്യത്യസ്തമായ 30-ലേറെ പരീക്ഷണങ്ങൾ നേർക്കാഴ്ചയായും സ്വയം ചെയ്യാനും സംശയ നിവാരണം നടത്താനും റസൽപുരം സ്കൂളിലെ കുട്ടികൾക്ക് കഴിഞ്ഞു. നാട്ടിലെ കുട്ടികളുടെ അക്കാദമിക മികവിന് ഊർജം നൽകുന്ന ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന റസൽപുരം വായനശാലയുടെ പ്രവർത്തനങ്ങൾ നേർസാക്ഷ്യങ്ങളായി. ശില്പശാലയിൽ ഗ്രന്ഥശാല സെക്രട്ടറി സഞ്ജയൻ ആശംസയും സീനിയർ അസിസ്റ്റന്റ് HM ഷിബു സ്വാഗതവും പറഞ്ഞു. സ്റ്റാഫ് സെക്രട്ടറി ഷീബ റാണി നന്ദി പറഞ്ഞു. ഗ്രന്ഥശാല പ്രവർത്തകരായ MR ഷാജി, വിനോദ്, വിനോദിനി, ആതിര എന്നിവരും പങ്കെടുത്തു. തുടർന്ന് ഗ്രന്ഥശാല പ്രവർത്തകർ കുട്ടികൾക്ക് മധുരവും നൽകി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കെടുകാര്യസ്ഥത മൂലം 5000 കോടി രൂപയുടെ കുടിശ്ശിക മുഴുവൻ പിരിച്ചെടുക്കാതെ ബാധ്യത മുഴുവൻ ഉപഭോക്താക്കളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന വൈദ്യുതി ബോർഡിന്റെ നയം തിരുത്തണമെന്ന് ഓൾ ഇന്ത്യ ഇലക്ട്രിസിറ്റി കൺസ്യൂമേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. സംഘടനയുടെ നേതൃത്വത്തിൽ പുറപ്പുഴ KSEB ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച മാർച്ചും ധർണയും തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാർട്ടിൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. TJ പീറ്റർ അധ്യക്ഷത വഹിച്ചു. നിരവധി പേർ സമരത്തിൽ പങ്കെടുത്തു. അന്യായമായ വൈദ്യുതി നിരക്ക് വർധനവ് പിൻവലിക്കുക, 9300 രൂപ ഉപയോക്താക്കളിൽ നിന്നും ഈടാക്കിക്കൊണ്ടുവരുന്ന സ്മാർട്ട് മീറ്റർ പദ്ധതി ഉപേക്ഷിക്കുക, 65 ലക്ഷം ഉപയോക്താക്കളെ ബാധിക്കുന്ന സബ്സിഡി സമ്പ്രദായം നിർത്തലാക്കുന്ന നടപടി വേണ്ടെന്ന് വെക്കുക, കൃഷിക്കുള്ള സൗജന്യ നിരക്ക് പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഓൾ ഇന്ത്യ ഇലക്ട്രിസിറ്റി കൺസ്യൂമേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുറപ്പുഴ KSEB ഓഫീസിന് മുമ്പിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാർട്ടിൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഒരു ജനാധിപത്യ ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ആ രാജ്യത്തെ ജനങ്ങളുടെ പ്രധാന ആവശ്യങ്ങളായ ജലം, വൈദ്യുതി വഴി അത് ജനങ്ങൾക്ക് മിതമായ രീതിയിൽ അത് ജനങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ചൂഷണങ്ങൾ, ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കേണ്ട അല്ലെങ്കിൽ ജനങ്ങൾക്ക് ആവശ്യം വേണ്ട വഴിയും വെളിച്ചവും ജലവും ഇന്ന് അവർ കച്ചവടമാക്കിയിരിക്കുകയാണ്. ജനാധിപത്യ ഗവൺമെന്റുകൾ ഈ രാജ്യത്തെ ജനങ്ങളോട് ചെയ്യുന്ന വലിയ ക്രൂരതയാണിത്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ എന്ന് പറയുന്നത് ഏതാണ്ട് 80% ജനങ്ങളും സാധാരണക്കാരായ ജനങ്ങളാണ്. അവരെ ഇന്ന് കൊള്ളയടിക്കുന്ന കൊള്ളക്കാരായി നമ്മുടെ സർക്കാരുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. TJ പീറ്റർ അധ്യക്ഷനായി. കെടുകാര്യസ്ഥത മൂലം 5000 കോടി രൂപയുടെ കുടിശ്ശിക മുഴുവൻ പിരിച്ചെടുക്കാതെ ബാധ്യത മുഴുവൻ ഉപയോക്താക്കളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന വൈദ്യുതി ബോർഡിന്റെ നയം തിരുത്തണമെന്ന് സംഘടന ഒന്നടങ്കം ആവശ്യപ്പെട്ടു. ജെയിംസ് കോലാനി, N വിനോദ് കുമാർ, PD ജോസ്, PP ഇസ്മായിൽ, ജോസ് ചുവപ്പുങ്കൽ, സോമി ജോസഫ്, MN അനിൽ, സജി നെല്ലാനിക്കാട്ട്, ക്ലീറ്റസ് അൽഫോൺസ്, തൊമ്മൻകുത്ത് ജോയി, ജോസ് ജോസഫ്, PT വർഗീസ്, CBC മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പുറപ്പുഴ. കീരമ്പാറ സെന്റ് സ്റ്റീഫൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷിക ആഘോഷവും യാത്രയയപ്പ് സമ്മേളനവും നടത്തി. സ്കൂൾ പ്രിൻസിപ്പൽ MJ മേഴ്സി, ലാബ് അസിസ്റ്റന്റ് മത്തായി ജോസഫ് എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. പൊതുസമ്മേളനം ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. കീരമ്പാറ സെന്റ് സ്റ്റീഫൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികാഘോഷം നടത്തി. ഇതോടൊപ്പം ഈ വർഷം ജോലിയിൽ നിന്നും വിരമിച്ചു പോകുന്ന അധ്യാപകർക്ക് യാത്രയയപ്പും നൽകി. പൊതുസമ്മേളനം ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ MB മത്തായി അധ്യക്ഷനായി. കോതമംഗലം മേഖല മെത്രാപ്പോലിത്ത ഏലിയാസ് മോർ യൂലിയോസ് അനുഗ്രഹ പ്രഭാഷണം നടത്തി. 9 വയസ്സ് പ്രായമുണ്ട് കുഞ്ഞിന്, പക്ഷെ പഠിക്കുന്നത് 2ാം ക്ലാസ്സിലാണ്. കാരണം മിടുക്കരെന്ന് പറയുന്ന മറ്റു കുട്ടികളെ പോലെ കഴിവ് പ്രകടിപ്പിക്കുവാൻ, പരീക്ഷയിൽ വിജയിക്കുവാൻ സാധിക്കാതെ പോകുന്ന, ബുദ്ധിയിൽ കുറവുണ്ടെന്ന് മറ്റുള്ളവർ വിശേഷിപ്പിക്കുന്നവരാണ് താഴെ. ക്രിസ്മസ് കാലം വന്നപ്പോൾ ടീച്ചേഴ്സ് എല്ലാം ചേർന്ന് ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. പ്രോഗ്രാം മറ്റൊന്നുമല്ലായിരുന്നു, ക്രിസ്തുവിന്റെ തിരുപ്പിറവി ആയിരുന്നു. മുൻ ഇന്ത്യൻ കോൺസുൽ ജനറൽ ബാബു പോൾ IFS മുഖ്യാതിഥിയായിരുന്നു.
മുൻ മന്ത്രി TU കുരുവിള, കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കട്ടപ്പന നരിയമ്പാറ സെന്റ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയത്തിലെ വലിയ പെരുന്നാൾ നടന്നു. പെരുന്നാളിന്റെ പ്രധാന ദിവസം നടന്ന വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയ്ക്ക് ഫാദർ ബെഹനാൻ കോരുത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഡിസംബർ 31-നാണ് നരിയമ്പാറ സെന്റ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയത്തിലെ വലിയ പെരുന്നാളിന് കൊടിയേറിയത്. തുടർന്നുള്ള ദിവസങ്ങളിൽ വിശുദ്ധ കുർബാനയും പ്രത്യേക പ്രാർത്ഥനകളും ദേവാലയത്തിൽ നടന്നു. ജനുവരി 2-ാം തീയതി വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പിതൃസ്മൃതി എന്ന പേരിൽ സെമിത്തേരിയിൽ പ്രത്യേക ധൂപ പ്രാർത്ഥനയും ഒരുക്കിയിരുന്നു. ജനുവരി 3-ാം തീയതി ആദ്യഫല ശേഖരണം, സന്ധ്യാ നമസ്കാരം, പ്രദക്ഷിണം, ആശീർവാദം, വാദ്യമേളങ്ങളുടെ ഡിസ്പ്ലേ എന്നിവയായിരുന്നു പ്രധാന പരിപാടികൾ. പെരുന്നാളിന്റെ പ്രധാന ദിവസത്തിൽ രാവിലെ 7:15 പ്രഭാത നമസ്കാരം ആരംഭിച്ചു. തുടർന്ന് നടന്ന വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയ്ക്ക് ഫാദർ ബെഹനാൻ കോരുത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഞങ്ങൾക്ക് ശിക്ഷയ്ക്കോ പ്രതികാരത്തിനോ കുറ്റാരോപണത്തിനോ കാരണമായി തീരരുതേ, എന്നാലോ ഞങ്ങളെല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കുമായിട്ട് ഭാവിക്കണമേ. ദൈവം തമ്പുരാനെ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഫാദർ മാത്യു ജോൺ, ഫാദർ PM തോമസ് എന്നിവർ സഹകാർമ്മികരായിരുന്നു. കുർബാനയ്ക്ക് ശേഷം പള്ളിക്ക് ചുറ്റുമുള്ള പ്രദക്ഷിണം, ആശീർവാദം, നേർച്ച വിളമ്പ്, ആദ്യഫല ലേലം എന്നിവ നടന്നു. പെരുന്നാൾ പരിപാടികൾക്ക് വികാരി ഫാദർ കുര്യാക്കോസ് വാലയിൽ, കൈസ്ഥാനി ജേക്കബ് കുര്യൻ കൊച്ചേരിൽ, സെക്രട്ടറി ഡാനി ദാനിയൽ പുനന്തല്ലൂർ എന്നിവർ നേതൃത്വം നൽകി. ജനുവരി 7-ാം തീയതി വിശുദ്ധ കുർബാനയ്ക്കും ഭക്തസംഘടനകളുടെ വാർഷികത്തിനും ശേഷം കൊടിയിറക്കത്തോടെ പെരുന്നാൾ ആഘോഷങ്ങൾ സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. ശബരിമല മണ്ഡലകാലത്ത് മുൻപ് തന്നെ വണ്ടിപ്പെരിയാർ സത്രം റോഡിന്റെ അറ്റകുറ്റപ്പണികൾ തീർക്കുമെന്ന പീരുമേട് MLA വാഴൂർ സോമന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗ തീരുമാനം പാഴ്വാക്കായി. ശബരിമല തീർത്ഥാടന വാഹനങ്ങളും വിനോദസഞ്ചാരികളുടെയും ദേശവാസികളുടെയും വാഹനങ്ങളും അപകടത്തിൽപ്പെടുന്നത് തുടർക്കഥയാകുന്നു. പരമ്പരാഗത കാനന പാതയായ വണ്ടിപ്പെരിയാർ സത്രത്തിലേക്കും സത്രം വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കും പോകുന്ന വണ്ടിപ്പെരിയാർ സത്രം റോഡ് 14 കിലോമീറ്റർ തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതായി തീർന്നിട്ട് വർഷങ്ങൾ പിന്നിടുകയാണ്. ശബരിമല മണ്ഡലകാലത്ത് പരമ്പരാഗത കാനന പാതയായ സത്രം വഴി ശബരിമല ദർശനത്തിന് പോകുന്ന അയ്യപ്പ ഭക്തരുടെ വാഹനങ്ങളും വിനോദസഞ്ചാരികളുമായി എത്തുന്ന വാഹനങ്ങളും ദുർഘട പാതയിലൂടെ കടന്നു പോകുന്നതിന് ഈ മണ്ഡലകാലത്ത് പരിഹാരം കാണുന്നതിനായാണ് പീരുമേട് MLA വാഴൂർ സോമന്റെ അധ്യക്ഷതയിൽ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിനായി അടിയന്തര യോഗം വിളിച്ചു ചേർത്തത്. റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനായി ഗ്രാമപഞ്ചായത്ത് ഫണ്ട് 20 ലക്ഷം രൂപ അനുവദിച്ച് റോഡ് അറ്റകുറ്റപ്പണികൾ നടത്തി മണ്ഡലകാലത്തിന് മുമ്പ് തന്നെ തുറന്നു നൽകുമെന്ന് യോഗത്തിൽ തീരുമാനമായിരുന്നു. എന്നാൽ ഈ യോഗ തീരുമാനം വെറും കടലാസിൽ മാത്രം ഒതുങ്ങുകയാണ് ഉണ്ടായത്. എന്നാൽ മണ്ഡലകാലം അവസാനിക്കുവാൻ ഇരിക്കെ റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് യാതൊരു നടപടികളും സ്വീകരിച്ചിട്ടില്ല എന്ന് അഖില ഭാരത അയ്യപ്പ സേവാ സംഘം ഭാരവാഹി TC ഗോപാലകൃഷ്ണൻ ആരോപിച്ചു. സ്വാമിശരണം വണ്ടിപ്പെരിയാർ സത്രം റോഡുമായി ബന്ധപ്പെട്ട് നമ്മുടെ സർവകക്ഷി യോഗം അടക്കമുള്ള യോഗങ്ങളിലും MLAയുടെ പ്രത്യേക യോഗങ്ങളിലും നമ്മുടെ ആ റോഡ് ശബരിമല സീസണുമായി ബന്ധപ്പെട്ട് തന്നെ പണി തീർക്കാമെന്ന് പറയുകയും എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 20 ലക്ഷം രൂപ എൻ്റെ മെയിൻ്റനൻസിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. പക്ഷേ ശബരിമലയുടെ സീസൺ തീരാൻ വേണ്ടിയിട്ട് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാനും ദിവസങ്ങൾ മാത്രം 10 ദിവസത്തേക്ക് 2 ദിവസങ്ങൾ മാത്രമേ നീണ്ടു നിൽക്കുന്നുള്ളൂ.
ഈ അവസ്ഥയിൽ ഇന്ന് ഞങ്ങൾ പുല്ലുമേട് മായി ബന്ധപ്പെട്ടുള്ള വാർത്തകളുടെ അടിസ്ഥാനത്തിൽ സത്രം ഞങ്ങൾ സന്ദർശിച്ചപ്പോൾ അവിടുത്തെ മുഴുവൻ വഴികളും വളരെയധികം ദുർഘടാവസ്ഥയിൽ കിടക്കുകയാണ്. വെച്ചാൽ ഒരു വണ്ടിക്ക് കയറി ഇറങ്ങി പോകാൻ പറ്റാത്ത രീതിയിലേക്കും പരസ്പരം വണ്ടികൾ ആക്സിഡന്റ് ആകുന്ന രീതിയിലേക്ക് നിലനിൽക്കുന്ന ഒരു സാഹചര്യങ്ങളിൽ ഇതോടൊപ്പം പുല്ലുമേട് പാതയിലേക്ക് എത്തുന്ന റോഡിന്റെ അവസ്ഥയും പരിതാപകരമാണ്. വണ്ടിപ്പെരിയാർ സത്രം റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്ന് നാട്ടുകാരും വാഹനയാത്രക്കാരും ഇവർക്കൊപ്പം അയ്യപ്പ ഭക്തരും നിരന്തര പരാതികൾ ഉന്നയിച്ചിട്ടും റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് ഉടൻ പരിഹാരം കാണുമെന്ന് അറിയിച്ചതല്ലാതെ മണ്ഡലകാലം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കുകയും യാത്രാ ദുരിതത്തിന് പരിഹാരം കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല. അടുത്ത ശബരിമല മണ്ഡലകാലത്തെങ്കിലും ഈ പാതയിലൂടെയുള്ള യാത്രാ ദുരിതത്തിന് പരിഹാരം ആവുമോ എന്ന ചോദ്യമാണ് പ്രദേശവാസികളും വാഹനയാത്രികരും അധികാരികൾക്ക് മുൻപിൽ വയ്ക്കുന്നത്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. വ്യാപാരി ക്ലബ്ബ് 38 തുടക്കം കുറിച്ചു. പൊതുയോഗത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് നിർവഹിച്ചു. ഓഡിറ്റോറിയം മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജീവ് പുരുഷോത്തമനും ഓഫീസ് മന്ദിരം അസോസിയേഷൻ മുൻ പ്രസിഡന്റ് TN പ്രസന്നകുമാറും ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് രാജു TC അധ്യക്ഷത വഹിച്ചു. ചാരിറ്റി പ്രവർത്തനത്തിന് ആദ്യ തുക മർച്ചന്റ് അസോസിയേഷൻ മുൻ പ്രസിഡന്റ് K വിജയൻ ക്ലബ്ബ് പ്രസിഡന്റ് രാജു TCക്ക് കൈമാറി. വ്യാപാരികളുടെ ക്ഷേമത്തിനും കുടുംബങ്ങൾ തമ്മിൽ ആശയവിനിമയം നടത്തുന്നതിനും കഷ്ടത അനുഭവിക്കുന്ന വ്യാപാരികൾക്ക് ചാരിറ്റി നൽകുന്നതിനും ഇടവേളകളിൽ ഒരുമിച്ച് കൂടുന്നതിനും വേണ്ടി രൂപീകരിച്ചതാണ് വ്യാപാരി ക്ലബ്ബ് 38. പൊതുയോഗത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് നിർവഹിച്ചു. മാലിന്യ സംസ്കരണ രംഗത്ത് വലിയൊരു പ്രശ്നം കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ടുണ്ട്. കാരണം കഴിഞ്ഞ 35 വർഷക്കാലമായി പാലക്കടവിൽ ഡമ്മി റോഡിലുള്ള ഡമ്മിങ് യാർഡ് അവിടെ വലിയ മല കണക്കുള്ളതാണ്. പോയി കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം ആ പ്രദേശത്ത് വലിയൊരു മാലിന്യ കൂമ്പാരം തന്നെയാണ് കഴിയുന്നത്. അപ്പോൾ ആ മാലിന്യ കൂമ്പാരം ഇപ്പോൾ നമ്മൾക്കറിയാം ബ്രഹ്മപുരത്തെ പ്രശ്നങ്ങൾക്ക് ശേഷം കേരളത്തിൽ ഒരു നഗരസഭയിലും മാലിന്യം കൊണ്ട് ഡംപ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സിവിലെ ലക്ഷക്കണക്കിന് രൂപ കോടിക്കണക്കിന് രൂപ എന്ന ഫൈൻ നഗരസഭയ്ക്കാണ് അടയ്ക്കുന്നത്. ഒരു കാരണവശാലും മാലിന്യം ഡംപ് ചെയ്യാൻ പാടില്ല എന്നുള്ള സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും തീരുമാനമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പാലക്കടവിലെ മാലിന്യം നീക്കം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു. അതിൻ്റെ എഗ്രിമെൻ്റ് വെച്ചു. അടുത്ത ദിവസം മിഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും. 2 കോടിയോളം രൂപ മുതൽ മുടക്കിയാണ് അവിടുത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട് തൊടുപുഴ ടൗണിൽ നിന്ന് എടുത്തുകൊണ്ടിരുന്ന 2.5 ടൺ മാലിന്യം നമ്മൾ എടുത്തുകൊണ്ടിരുന്നു. അതിൽ ഹോട്ടലുകളിൽ നിന്ന് എടുത്തുകൊണ്ടിരുന്ന മാലിന്യങ്ങൾ അവരൊക്കെ ആയിട്ട് അസോസിയേഷനൊക്കെ ആയിട്ട് ചർച്ച ചെയ്തു. എങ്കിൽ ചെറിയൊരു മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ ചെറിയൊരു കരാറടിസ്ഥാനത്തിൽ കൊടുക്കുക, ചെറിയൊരു ഫീസ് വെച്ച് കൊടുക്കുന്നത് ചർച്ച അത്ര ഗുണകരമായില്ല. ഓഡിറ്റോറിയം മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അജീവ് പുരുഷോത്തമനും ഓഫീസ് മന്ദിരം അസോസിയേഷൻ മുൻ പ്രസിഡന്റ് TN പ്രസന്നകുമാറും ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് രാജു TC അധ്യക്ഷനായി. വ്യാപാരികൾക്ക് വേണ്ടി തന്നാൽ കഴിയുന്ന എല്ലാ സഹകരണങ്ങളും ചെയ്തു നൽകുമെന്ന് ചെയർമാൻ അറിയിച്ചു. ക്ലബിന്റെ നല്ല പ്രവർത്തനങ്ങൾക്ക് മർച്ചന്റ്സ് അസോസിയേഷന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാവുമെന്ന് പ്രസിഡന്റ് അജീവ് പുരുഷോത്തമൻ ഉറപ്പു നൽകി. ചാരിറ്റി പ്രവർത്തനത്തിന് ആദ്യ തുക മർച്ചന്റ്സ് അസോസിയേഷൻ മുൻ പ്രസിഡന്റ് K വിജയൻ ക്ലബ്ബ് പ്രസിഡന്റ് രാജു TCക്ക് കൈമാറി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ട്രഷറർ R രമേശ്, ബ്ലോക്ക് പ്രസിഡന്റ് NB ചാക്കോ, ഹോട്ടൽ അസോസിയേഷൻ പ്രസിഡന്റ് MN ബാബു, മർച്ചന്റ്സ് അസോസിയേഷൻ മുൻ പ്രസിഡന്റ് ജോസ് വഴുതനപ്പള്ളി, മർച്ചന്റ്സ് അസോസിയേഷൻ മുൻ ജനറൽ സെക്രട്ടറി നാസർ സൈര, KVVS തൊടുപുഴ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി സാലി S മുഹമ്മദ്, യൂത്ത് വിംഗ് പ്രസിഡന്റ് പ്രജീഷ് രവി, ക്ലബ്ബ് ജനറൽ സെക്രട്ടറി നവാസ് CK, മൊബൈൽ ഡീലേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഷെരീഫ് സർഗം എന്നിവർ പ്രസംഗിച്ചു. CK അബ്ദുൽ ഷെരീഫ് സ്വാഗതവും ക്ലബ്ബ് ട്രഷറർ അനിൽകുമാർ PK നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴ വെള്ളിയാമറ്റത്ത് പശുക്കൾ കൂട്ടത്തോടെ ചത്ത സംഭവത്തിൽ കൂടുതൽ പരിശോധനകളുമായി കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം. സഞ്ചാരികളുടെ മനം കവർന്ന് ഭ്രമരം വ്യൂ പോയിന്റ്. മോഹൻലാൽ നായകനായ ഭ്രമരം സിനിമയുടെ ചിത്രീകരണ വേദി ആയതോടെയാണ് ഇവിടം ഏറെ ശ്രദ്ധ നേടുന്നത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നടപ്പാക്കുന്ന കാരുണ്യ പദ്ധതിയുടെ ഇടുക്കി ജില്ലാതല ഉദ്ഘാടനം 9-ന് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിർവഹിക്കും. മകരവിളക്കിനോടനുബന്ധിച്ച് വണ്ടിപ്പെരിയാർ സത്രം കാനനപ്പാതയിലൂടെ അയ്യപ്പ ഭക്തരുടെ തിരക്ക് വർദ്ധിക്കുന്നു. കാനനപ്പാതയിലൂടെ ഇന്ന് കടന്നുപോയത് 4870 അയ്യപ്പ ഭക്തരാണ്. കെടു
കെടുകാര്യസ്ഥത മൂലം 5000 കോടി രൂപയുടെ കുടിശ്ശിക മുഴുവൻ പിരിച്ചെടുക്കാതെ ബാധ്യത മുഴുവൻ ഉപയോക്താക്കളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന വൈദ്യുതി ബോർഡിന്റെ നയം തിരുത്തണമെന്ന് ഓൾ ഇന്ത്യ ഇലക്ട്രിസിറ്റി കൺസ്യൂമേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.